ജലത്തിന്റെ നാലാമത്തെ അവസ്ഥ സൃഷ്ടിച്ചെടുത്ത ഗവേഷകർ. ജലത്തിന്റെ ഇത്തരമൊരു അവസ്ഥയെക്കുറിച്ച് നേരത്തെ വാദങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിനുള്ള തെളിവാണ് ഗവേഷകർ പുറത്തുവിടുന്നത്. സാധാരണയായി കാണപ്പെടുന്ന മൂന്നവസ്ഥകളിൽ നിന്ന് വ്യത്യസ്തമായ പ്ലാസ്റ്റിക് ഐസ് VII എന്ന അവസ്ഥയിൽ അന്യഗ്രഹത്തിൽ ജലം ഉണ്ടാകാമെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം. ജലത്തിന്റെ ഇത്തരമൊരു അവസ്ഥയെക്കുറിച്ച് മുൻപും വാദങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും ഇപ്പോൾ ആദ്യമായി ഈ വാദങ്ങൾ ശരിയാണെന്ന് സ്ഥാപിക്കുന്ന തെളിവുമായി എത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ. ഫ്രാൻസിലെ അന്താരാഷ്ട്ര ശാസ്ത്ര സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ലാബ് ലാനാജെവിലെ ഒരു സംഘം ഗവേഷകരാണ് പ്ലാസ്റ്റിക് ഐസ് VII സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. ഉയർന്ന ശേഷിയുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടെ ജലത്തെ 6 ഗിഗാപാസ്കൽ മർദ്ദത്തിലേക്ക് മർദ്ദം അളക്കുന്ന യൂണിറ്റാണ് പാസ്കൽ. 1 മില്യൺ പാസ്കലാണ് 1 ഗിഗാപാസ്കൽ. ജലത്തെ അമർത്തി 327 ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവിൽ ചൂടാക്കിയാണ് പ്ലാസ്റ്റിക് ഐസ് VII എന്ന രൂപത്തിലേക്ക് ഗവേഷകർ മാറ്റിയെടുത്തിട്ടുള്ളത്. നേച്ചർ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ ആറ്റങ്ങൾ പോലുള്ള സൂക്ഷ്മ കണങ്ങളുടെ ചലനം നിരീക്ഷിക്കുന്ന ക്വാസി ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് രീതിയാണ് ഗവേഷകർ ഇതിനായി ഉപയോഗപ്പെടുത്തിയത്. ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും ഐസ് VII ഹൈഡ്രജൻ കണികകൾ അതിസൂക്ഷ്മമായ പരിധിയിൽ നിശ്ചിത കേന്ദ്രത്തിന് ചുറ്റും ചുറ്റിക്കറങ്ങുമെന്ന 17 കൊല്ലം മുൻപത്തെ ശാസ്ത്ര പ്രവചനത്തിനാണ് പുതിയ ഗവേഷണം സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. ദ്രാവക ഖരാവസ്ഥകളിലുള്ള ജലത്തിന്റെ സവിശേഷതകൾ പ്രകടമാക്കുന്നതിനാലാണ് ഈ ജലാവസ്ഥയ്ക്ക് പ്ലാസ്റ്റിക് ഐസ് VII എന്ന നാമം നൽകിയിട്ടുള്ളത്. ഹൈഡ്രജൻ ആറ്റങ്ങൾ ഒരു പരിധിവരെ ക്രമരഹിതമായിരിക്കുമ്പോൾ അതിന് തികച്ചും സവിശേഷമായ ഒരു പരസ്പരബന്ധിത ഘടനയുമുണ്ട്. അതേസമയം പ്ലാസ്റ്റിക് ഐസ് VII ഉരുകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നത് അവ്യക്തമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുഡേ. Let's believe the beauty of promise. Let's experience the world-class shopping. Yes, a new shopping sport with ever great price tag, and of course, just so near from your home. Be fashionable with Wafa style. Stay healthy with Wafa Fresh, and much more your regular needs. Hyper Al Wafa, shop the best.